ദൈവത്തെ തൊട്ടറിഞ്ഞിട്ടുള്ള അനുഭവം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ദൈവത്തെ തൊട്ടറിഞ്ഞിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ പ്രാർത്ഥനയുടെ, ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളാണ്. എൻ്റെ പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി ഞാൻ കരുതുന്നത് 2-3 മിനിറ്റ് സമയം ഇത്രയും നേരം ഞാൻ ലാത്തി അടിച്ചില്ല, ഒരു ഇങ്ങോട്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ കേൾക്കാമെന്ന് പറഞ്ഞിങ്ങനെ വെറുതെ ഇരിക്കും. അപ്പം ഞാൻ ഈ ഉദിച്ചു വരുന്ന സൂര്യൻ ഉള്ള കിഴക്കേ ചക്രവാളമാണ് എൻ്റെ മനസ്സിൽ. അതാണ് ഒരു ഈശ്വരനായിട്ട് ഞാൻ സങ്കല്പിക്കുന്നത്. സൂര്യനെ ഈശ്വരനായിട്ട് ആരാധിക്കുകയല്ല, ആ സൂര്യപ്രഭ ആണ് എൻ്റെ മനസ്സിൽ ഞാൻ ചിത്രമാക്കി നിർത്തുന്നത്. മറ്റു ചിന്തകളെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈശ്വരൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നിർദ്ദേശം ചോദിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഈ സർവീസ് സ്റ്റോറിക്ക് പേരിട്ട ദൈവമാണ്. ഒരുപാട് പേരുകൾ എഴുതിയിട്ടിട്ട് ഒന്നും തൃപ്തികരമായി തോന്നിയില്ല. ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഇന്ന് വൈകുന്നേരത്തിനകം പത്രാധിപർ വഴക്കുണ്ടാക്കുന്നു പേര് പറയാഞ്ഞിട്ട്. അന്ന് മ്യൂസിയത്തിൽ നടക്കാൻ പോകുമ്പോൾ 2ാമത്തെ റൗണ്ട് കഴിഞ്ഞ് 3ാമത്തെ റൗണ്ടിന് മ്യൂസിയം പടിഞ്ഞാറേ ഗേറ്റിൻ്റെ അവിടെ ആ വളവ് തിരിയുന്ന സമയത്ത് എൻ്റെ ചെവിയിൽ ആരോ പറഞ്ഞു, കഥ അതുവരെ ആലോചിച്ചിട്ടില്ലാത്ത പേരായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ തൊട്ടറിഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ സമൂഹത്തിന് ഇന്ന് കാണുന്ന ഈ അസ്വസ്ഥതകൾക്കൊക്കെ പരിഹാര മാർഗം ഈ മാതിരി ഒരു വിശ്വാസവും പ്രത്യാശയുമാണ് എന്ന് താങ്കൾക്ക് തർപ്പിച്ച് പറയാൻ കഴിയും? സ്നേഹം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈശ്വരനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹോദരനെ സ്നേഹിക്കുന്നവന് മാത്രമേ ഈശ്വരനെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. അതാണല്ലോ ഈ കുരിശ്, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ഈ ഹൊറിസോണ്ടൽ എന്നുള്ളത്, വെർട്ടിക്കൽ എന്നുള്ളത് മനുഷ്യനെയും ദൈവത്തെയും ബന്ധിപ്പിക്കുന്നു, ഹൊറിസോണ്ടൽ എന്നുള്ളത് മനുഷ്യനെയും ബന്ധിപ്പിക്കുന്നു. പക്ഷെ ഇത് കട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഏകദേശം നമ്മുടെ ഹൃദയത്തിൻ്റെ തുല്യമായൊരു ഭാഗത്താണ്. അപ്പം നമ്മുടെ അഹം അവിടെ ഹനിക്കപ്പെടുമ്പോൾ മാത്രമേ ഈ ഈശ്വര സാക്ഷാത്കാരം പൂർണ്ണമാകുള്ളൂ. ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഗോചരമായ ഭാവമാണ് സ്നേഹം, ദിവ്യപ്രേമം എന്നൊക്കെ പറയുന്നത്. ഇത് ഒരു മതത്തിൻ്റെ പ്രത്യേകതയല്ല. സാധകൻ്റെ സഞ്ചാരം എന്ന് പറഞ്ഞ് ഒരു റഷ്യൻ ക്രിസ്ത്യൻ സത്യാന്വേഷിയുടെ അനുഭവങ്ങൾ മലയാളത്തിലാക്കി പ്രസിദ്ധപ്പെടുത്തിയത് രാമകൃഷ്ണ മിഷനാണ്. കാരണം ഇത് മതത്തിന് അതീതമായ ഒരു സംഗതിയായി സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനം സ്നേഹമാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു നാഴികക്ക് 40 വട്ടമെന്നോണം കേൾക്കുന്നതാണ് മതമൈത്രി എന്നുള്ളത്. ഇത് പ്രാവർത്തികമാക്കാൻ എന്താണ് മതങ്ങൾക്ക് ചെയ്യാൻ കഴിയുക, മത നേതാക്കൾക്ക് ചെയ്യാൻ കഴിയുക? എനിക്ക് തോന്നുന്നത് യഥാർത്ഥമായി ഈശ്വരനെ സ്നേഹിക്കുകയും ആത്മാർത്ഥമായി ഈശ്വരനെ ഭജിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചൊരു മതമൈത്രി സെമിനാറിൻ്റെയും ഒന്നും ആവശ്യമില്ല. അവർക്ക് എല്ലാവരോടും സ്നേഹമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു സംഘടിതമായ ഒരു പ്രവർത്തനം അതിന് ആവശ്യമില്ല. കാരണം മതം സംഘടനാ നിലയിൽ മാറി നിൽക്കുന്ന അവസരത്തിൽ അതിനൊന്ന് ഏകോപിപ്പിക്കാനുള്ള ഒരു സംഘടിതമായ ശ്രമം ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതല്ലേ? അല്ല, അതുണ്ടാവാം. അതിപ്പോൾ നേതാക്കന്മാർ തമ്മിലൊരു സംഭാഷണം ഉണ്ടാവും. അപ്പോൾ ഉദാഹരണത്തിന് ക്രൈസ്തവ മേലധ്യക്ഷന്മാരും RSSൻ്റെ നേതാവ് സുദർശൻജിയുമായിട്ട് ഒരു സംഭാഷണം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ആലുവയിൽ നടന്നു. കുറേ ക്രിസ്ത്യാനികൾ അതിനെതിരായിരുന്നു, കുറേ ഹിന്ദുക്കളും അതിനെതിരായിരുന്നു. അത് തെറ്റിദ്ധാരണ കൊണ്ടാണ്. ക്രിസ്ത്യാനികൾ ധരിച്ചത് ക്രിസ്ത്യാനികളുടെ ദൈവത്തെ തള്ളിപ്പറയാൻ പോകണമെന്നാണ്. ഹിന്ദുക്കൾ ധരിച്ചത് എല്ലാ ക്രിസ്ത്യാനികളും മതം മാറ്റാൻ നടക്കുകയാണെന്നാണ്. രണ്ടു കൂട്ടർക്കും തെറ്റായിപ്പോയി. ബിഷപ്പന്മാരെ കൂടാതെ കുറേ ഈ ലേ ലീഡേഴ്സിനെ കണ്ടപ്പോൾ 8-9 പേരെ അദ്ദേഹം കണ്ടപ്പോൾ അതിലൊരാൾ ഞാനായിരുന്നു. അവിടെ സംസാരിച്ചതൊക്കെ ഭാരതത്തിൻ്റെ മതാതീതമായ ആധ്യാത്മികതയെക്കുറിച്ചും ആ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത് പ്രയോജനകരമാണ്. കാരണം അഭിപ്രായങ്ങൾ രൂപീകരിക്കാനും സമൂഹത്തിലെ അഭിപ്രായങ്ങൾക്ക് ഒരു വഴി തിരിച്ചു വിടാനുമൊക്കെ അത് സഹായിക്കും. ഈ മതത്തിൻ്റെ പേരിലുള്ള സംഘടനകളൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഈ രാഷ്ട്രീയമായ തീപ്പൊരി പ്രസംഗങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ ആളുകളെ ഇളക്കി ബുദ്ധിമുട്ടുകളുണ്ടാക്കാം. ഇപ്പം ബാബറി മസ്ജിദ് പൊളിച്ചൊരു സംഭവം. ബാബറി മസ്ജിദ് പൊളിക്കുക എന്നുള്ളത് ഹൈന്ദവ നേതൃത്വം ഒരു ഗൂഢാലോചന നടത്തി, നമ്മുടെ ക്രിസ്ത്യൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സുന്നഹദോസ് കൂടി
തീരുമാനിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ വികാരത്തിന് പ്രാധാന്യം ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷമുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു. പൊതുവെ ഉണ്ടാകുന്ന എല്ലാ കലാപങ്ങളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എൻ്റെ ഡ്രൈവർ ഒരാളൊരു മുസ്ലിമായിരുന്നു. അയാളുടെ അച്ഛനോ അമ്മയുടെ അച്ഛനോ ഒരാൾ ഒരു വർഗീയ ലഹളയിൽ കൊല്ലപ്പെട്ട ആളാണ്. കൊച്ചു പയ്യനും 25 വയസ്സ് കാണും. അവൻ എന്നോട് പറഞ്ഞു, ഞങ്ങളൊരിക്കൽ പോകുമ്പോൾ ആ സ്ഥലം കാണിച്ചു, ഇവിടെ വെച്ചാണ് ഈ സംഭവം നടന്നത് എന്ന് പറഞ്ഞിട്ട്, ഞാൻ അതിൻ്റെ പേരിൽ മറ്റേ സമുദായത്തിൽപ്പെട്ട ഒരാളെ കൊല്ലാൻ പോയാൽ എന്താ ഗുണം? എനിക്കെൻ്റെ ഉപ്പയെ തിരിച്ചു കിട്ടുമോ? സാറേ, ഈ പള്ളി പോവാത്തവനാണ് ഈ വഴക്കുണ്ടാക്കുന്നു എന്ന് കേട്ടാൽ വെട്ടുകത്തിയുമായി ഇറങ്ങുന്നവൻ പള്ളിയിലും അമ്പലത്തിലും കയറാത്തവനായിരിക്കും. യഥാർത്ഥ ഈശ്വരവിശ്വാസികളല്ല അത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആരും മനഃപൂർവ്വം പ്രകോപിപ്പിച്ച് സംഘടിപ്പിക്കുന്നതല്ല ഇത്. പിന്നെ മറ്റ് കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന വികാരപ്രധാനമായ പ്രസംഗങ്ങളുമൊക്കെ ആളുകളെ ഇളക്കും. അത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഈ എല്ലാ മത സംഘർഷത്തിനും അസ്വസ്ഥതകൾക്കും എല്ലാം അതീതമായി നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഇന്ത്യ ശ്രേയസിലേക്കാണ് അടിവെച്ച് പോകുന്നതെന്ന് പറയാൻ കഴിയുമോ? എനിക്ക് ആ കാര്യത്തിൽ സംശയമില്ല. എന്താണ് അതിനുള്ളൊരു അടിസ്ഥാനം? അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മുടെ സംസ്കാരത്തിൻ്റെ നൈരന്തര്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ഇപ്പോൾ നമ്മുടെ സംസ്കാരം പോലെ തന്നെ പ്രാചീനമായ സംസ്കാരങ്ങളാണ് മെസപ്പൊട്ടേമിയയിലും ഈജിപ്തിലും ഗ്രീസിലും ഒക്കെ റോമിലും ഒക്കെ ഉണ്ടായത്. ഗ്രീസിലും റോമിലും ഒക്കെ ഉണ്ടായിരുന്ന യൂറോപ്യൻ സംസ്കാരങ്ങളെ, മായ ഇങ്ക സംസ്കാരങ്ങളെയൊക്കെ യൂറോപ്യന്മാർ പോയിട്ട് നശിപ്പിച്ചു എന്ന് പറയാമായിരിക്കും. പക്ഷേ നമ്മുടെ സംസ്കാരത്തിന് ഒരു നൈരന്തര്യമുണ്ടായിരുന്നു. ആ നൈരന്തര്യം 5000-6000 വർഷത്തെ ഒരു കണ്ടിന്യൂറ്റി, അത് നമ്മുടെ ഒരു ബലമാണ്. സാഹചര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ആത്മാഭിമാനത്തോടുകൂടെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെന്ന് പുരൂരവസൻ്റെ കാലം മുതൽ നമ്മൾ തെളിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് നമ്മുടെ ശക്തി കൂടുതലായി അംഗീകരിക്കപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. റോമാ സാമ്രാജ്യം ഒരിക്കലും നശിക്കുകയില്ല എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ അമേരിക്കക്കാരും അങ്ങനെ വിചാരിക്കുന്നത്. പക്ഷേ 21-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി അമേരിക്കയുടെ അപജയം കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനം സോവിയറ്റ് യൂണിയൻ ഉണ്ടായതുപോലെ തന്നെ ആകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പാടില്ല എന്നും, അങ്ങനെ ഉണ്ടാകുന്ന ആ വാക്വത്തിൽ ഇന്ത്യയും ചൈനയുമായിരിക്കും കടന്നു വരിക എന്നുമാണ് എൻ്റെ ഒരു ദീർഘദർശനം.